ഹലോ ഗായ്സ്, മിരുമ്പോളിൻ്റെ സ്വാഗതം. ഇന്നൊരു റിവ്യൂ പറയാൻ വന്നതാണ്. ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിവ്യൂ പറയാൻ വന്നതാണ്. ഞാൻ 2 പ്രാവശ്യം പടം കണ്ടു, ഇന്നോടെയും പടം കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു നെഗറ്റീവ് കുറേ പേര് പറയുന്നുണ്ട് പടത്തിനെ കുറിച്ച്. പക്ഷേ അത് നെഗറ്റീവ് കേട്ടപ്പോൾ എനിക്കത് കൊണ്ടില്ല, അത്രേ ഉള്ളൂ. കുറേ നാളിന് ശേഷം ദിലീപേട്ടൻ 150ാമത്തെ പടം തീരായിട്ട് കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി വർക്കൗട്ടായിട്ടുണ്ട്, പിന്നെ ഇമോഷൻ വർക്കൗട്ടായിട്ടുണ്ട്, മേക്കിംഗ് അടിപൊളിയാണ്. അതുപോലെ കിടിലായിട്ട് പടം വിജയിച്ച് പോകുന്നുണ്ട്. ആളും നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുപോലെ നല്ല പടത്തിന് ഇത്രയും നെഗറ്റീവായിട്ട് റിവ്യൂ പറയുന്നത് എന്തിനാണ്, അത് ഞാൻ ചോദിക്കുന്നത്. കുറേ ഇതുണ്ട്, എന്താണ് പുള്ളിക്ക് കുറേ പഴയ നെഗറ്റീവ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത് ഭയങ്കരമായിട്ട് പുള്ളിനെ ടാർഗറ്റ് ചെയ്ത് നെഗറ്റീവ് പറയണവർ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊന്നും ഒരു മറുപടി ഉള്ളൂ, ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ല, വീണ്ടും തിരിച്ചു വരും, തുടരും ദിലീപേട്ടൻ. അതേ ഞാൻ പറയുന്നുള്ളൂ. കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം. ഫാമിലിയായിട്ട് ഫുള്ളായിട്ട് പോയി കണ്ട് ചിരിച്ച് കരഞ്ഞ് നമുക്ക് ഇറങ്ങാം തിയേറ്ററിൽ നിന്ന്. കരയെന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് കരഞ്ഞ് ഇറങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടിപൊളി പടം. നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്തു, നിങ്ങൾ നിരാശപ്പെടില്ല, അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. ഞാനൊരു ദിലീപ് ഫാനാണ്, അതുകൊണ്ട് മാത്രമല്ല പറയുന്നത്, ഞാനൊരു പ്രേക്ഷകനോടാണ്. ഞാൻ കുറേ പടങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ ഇത് റിവ്യൂ ഇടണമെന്ന് എനിക്ക് താല്പര്യവുമില്ലായിരുന്നു, പക്ഷേ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ നാൾ ശേഷം ഇടണമെന്നുണ്ട് എനിക്കെന്തോ ക്യാമറ ഫ്രണ്ട് വരുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് പോലെയായിരുന്നു. അപ്പം കുറേ റിവ്യൂ നെഗറ്റീവായിട്ട് വന്നപ്പോൾ എനിക്കത് സഹിച്ചില്ല, എനിക്ക് ഇടണമെന്ന് തോന്നി. സിനിമേനെ അങ്ങനെ ഒഴിവാക്കി കളയില്ല. അത്രയും വിജയമായിട്ട് ഓടുന്ന പടം അത്രയും മോശമായിട്ട് പറയുന്നവർ, അത് നിങ്ങൾക്കും അറിയാം ആരൊക്കെയാണ് പറയുന്നത്. റിവ്യൂ പറഞ്ഞവർ അവർക്ക് നല്ലപോലെ കിട്ടിയിട്ടുമുണ്ട് ഇപ്പം. അപ്പോൾ ദിലീപേട്ടൻ വീണ്ടും തുടരുകയാണ്. ഇനി അടുത്ത പടം വൻ വിജയമാണ്. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഹൈപ്പൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം അതിനത് ക്യാമറസ് കുറേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, അതിൻ്റെ റിവ്യൂ പറയുന്നതാണ്, ഉറപ്പായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഇനി ഇപ്പോൾ ചിലപ്പം ദുബായിലൊക്കെ ആയിരിക്കും ഞാൻ. അപ്പോൾ ആ ദുബായിൽ എന്തായാലും പടം റിലീസാവും എന്തായാലും. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഇപ്പം ഒന്നും പോകുന്നില്ല, പക്ഷേ ഓണത്തിന് ആ സമയത്തായിരിക്കും ചിലപ്പം പടം ഇറങ്ങണം. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ആയിരിക്കും ചിലപ്പം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോയി കാണുക. ഫാമിലിയായിട്ട് ഫുൾ സപ്പോർട്ടായിട്ട് പോകാട്ടോ, ചിരിച്ച് സന്തോഷമായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ ബൈ. ഒരു കാര്യം കൂടി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആവാം, പക്ഷേ അത് നിങ്ങളുടേത് മാത്രമായിരിക്കണം, നിങ്ങളുടേത് മാത്രം.